ഈ കഥയും കഥാപാത്രങ്ങളും സാങ്കല്പികമാണ്. യാഥാർത്ഥ്യമായ വ്യക്തികളുമായോ സംഭവങ്ങളുമായോ ഉള്ള ഏതെങ്കിലും സാമ്യം യാദൃശ്ചികം മാത്രമാണ്. കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ ഇടക്കിടക്ക് എന്നെ കുറിച്ച് കുറച്ച് പൊക്കി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണത്തെപ്പറ്റി പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം പാറിയെത്തുന്നത് ഓണത്തുമ്പികളാണ്. അങ്ങനെ വരുന്ന ഓണത്തുമ്പികളെ വരെ ഇന്ന് ഓണമല്ല ക്രിസ്മസ് ആണെന്ന് പറഞ്ഞ് പറ്റിച്ചിരുന്നു നമ്മുടെ പ്രകാശൻ. അല്ലേ പ്രകാശ? അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ കണ്ണു തെറ്റിയാൽ കണ്ണിലെ കൃഷ്ണമണി വരെ കട്ടോണ്ടു പോകുന്ന പെരുങ്കള്ളൻ ശ്രീ പ്രകാശൻ ചവറകളെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. എന്താ ഇന്ദുചൂടിന്റെ ഫ്യൂച്ചർ പ്ലാൻ? തിരുവോണത്തിന് അസോസിയേഷൻ നടക്കുന്ന ഓണപ്പരിപാടിക്ക് ഞാൻ അവിടെ കാർച്ച് നടക്കും. എന്നെ കണ്ട അവന്മാർ ഞെട്ടിത്തെറിക്കുന്നു. ഞാനാണ് അവരുടെ ഓണപ്പരിപാടി സ്പോൺസർ എന്ന് പറഞ്ഞ് അവരെ അന്തവും വിട്ട് കുന്തവും വിഴുങ്ങി നിൽക്കുന്നു. അവന്മാർ തന്നെ എനിക്ക് പൂമാല ഇടുന്നു, പൂച്ചടം തെറ്റും സ്വീകരിക്കുന്നു. അയ്യോ ഇന്നലെ ഞാൻ അവന്മാർ മുന്നിൽ വെച്ച് ഓണം ആഘോഷിക്കുന്നു, ഡാൻസ് കളിക്കുന്നു, അഴിഞ്ഞാടുന്നു, അർമാദിക്കുന്നു. ഈ സമയം ഞാൻ സെറ്റ് ചെയ്തിട്ട മടനായക്കളം മോശം നടത്തുന്നു, പിടിക്കപ്പെടുന്നു. ഒക്കെകളെ അവന്മാരെല്ലാം കൂടെ നന്നായിട്ട് പെരുമാറുന്നു. ഈ സമയം ഞാൻ തന്ന സ്പെഷ്യൽ ഉണ്ടാ കലവറിലെ പായസത്തെ കൊണ്ട് നീടുന്നു. ബോധം പോകാനുള്ള ഉണ്ടിട്ട പായസം അമ്മ അടിച്ച് കയറ്റി വാടിച്ച് നാക്കി കുടിക്കുന്നു. അവിടെയുള്ളവരെല്ലാം പായസം കുടിച്ചതിന് ശേഷം അവന്മാരുടെ എല്ലാം ബോധം കിടാൻ വേണ്ടി നമ്മൾ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നു. ബോധം പോയി ഫ്ലൈറ്റ് ആയി കിടക്കുന്ന അവന്മാരുടെ എല്ലാം അടിച്ച് മാറ്റിക്കൊണ്ട് നമ്മളോട് സ്ഥലം വിടുന്നു. എങ്ങനെയുണ്ട് പ്രകാശിന്റെ പ്ലാൻ? അണ്ണാ പ്ലാനൊക്കെ കൊള്ളാം, പക്ഷെ ചീഫ് ഗസ്റ്റ് ആയിട്ട് നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ അവന്മാരെ നിങ്ങളെ പിടിച്ചിരിക്കത്തില്ലേ? ഗുഡ് ക്വസ്റ്റ്യൻ. എടാ, അസോസിയേഷനിലെ പ്രസിഡന്റ് സെക്രട്ടറി ഉണ്ടല്ലോ, 2 പൊട്ടന്മാരാ. ഞാൻ ഒരു റിച്ച് സെറ്റപ്പ് ഞാൻ കൊടുത്തിട്ട് നല്ലൊരു ദുബായ് കഥ അടിച്ചിറക്കി. അപ്പോഴേ അവന്മാർ കിളി പോയി. ചെയ്ത എല്ലാ തെറ്റുകൾക്കും പ്രായച്ചിത്തമായിട്ട് ഈ വട്ടം അസോസിയേഷൻ നടക്കുന്ന ഓണാഘോഷം ഞാൻ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞ് കുറച്ച് കാശ് എടുത്തോട്ട് വീശി. അപ്പോഴേ 2 ഫ്ലാറ്റ്. ഇപ്പം 2 എണ്ണം എൻ്റെ പോക്കറ്റിലാണ്. അയ്യോ അണ്ണാ, അപ്പൊ കുറെ കാശ് ചെലവായി കാണത്തില്ലേ? ഇവിടെ കാശ് എറിഞ്ഞ് കാശ് വാരണം. ഓണാഘോഷവാ. ബോധം കെട്ട് കിടക്കുന്നതിന്റെ കാതിലും കഴുത്തിലും ഒക്കെ എന്തുമാത്രം പൊന്നിയാണോന്നറിയോ? നമുക്കൊരു സൈഡിൽ നിന്ന് അങ്ങോട്ട് ക്ലീൻ ചെയ്യാം. അച്ഛനെ ഞാനല്ല, നീയാണോടാ? അല്ല, പിന്നെ ആരാ? നീയാണോ? പിന്നെ ആരാ? ആരെന്ത് നാളത്തെ ഭാഗ്യവാൻ ആരാ? നാളെയാണ് ഒരു ടിക്കറ്റ് എടുക്കും, സമ്മാനം നേടും. ഒരു ഗുണ്ടെ തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കണത്. നാണമില്ലടാ നിനക്കൊക്കെ? ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വേണം. ഒറ്റയ്ക്ക് വന്നാ എനിക്ക് അത്രയും കുറച്ചടി ഉണ്ടാ മതിയല്ലോ. ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. നാളത്തെ കേരള ബമ്പർ നറുക്കെടുപ്പ് നാളെയാണ്. നിന്റെ കവളെന്താ ചുവന്ന് കിടക്കുന്നത്? വല്ലതും തേച്ചോ? ഏയ്, ഞാനൊന്നും തേച്ചില്ല. ജന്മനാ എന്റെ മുഖം അങ്ങനെയാ. അസൂയ അമ്പടി കേമികളെ ഇന്ന് ഞാൻ കാണിച്ചു തരാം. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. അന്ന് എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അയ്യോ സിസ്റ്റേഴ്സ്, മനസ്സിലായില്ലേ? നമ്മള് സിസ്റ്റേഴ്സ് നേഴ്സുമാരാണെന്നാ ചോദിച്ചത്. നമ്മൾ സഹോദരിമാരാണെന്നാ ചോദിച്ചത്. അല്ല, യുവർ ഗുഡ് നെയിം? ഗുഡ് നൈറ്റ്. അയ്യോ, അവര് പേരാ ചോദിച്ചത് തന്നെ. ഇത് ആനന്ദവല്ലി ചേച്ചി, ഇത് കൗസല്യ ചേച്ചി. ഞാൻ ഇന്ദുമതി, ഞാൻ ഏറ്റവും ഇളയത്. ഓവർ സ്മാർട്ട് ആവണ്ട. സമയം നമുക്ക് പരിപാടി തുടങ്ങണ്ടേ? ശരിയാണ്, എല്ലാവരും പെട്ടെന്ന് കേറി വാ. മൂട് മൂട് ഏത് മൂട് ഉക്കള മൂട് ഏത് മൂട് മുണ്ട് മൂട് ഏത് മൂട് സാരി മൂട് ഏത് മൂട് സത്യ മൂട് ഏത് മൂട് പായസ മൂട് ഏത് മൂട് പപ്പടം മൂട് ഏത് മൂട് ഓണം മൂട് ഏത് മൂട് അത്തം മൂട് ഏത് മൂട് ഉക്കള മൂട് ഏത് മൂട് മുണ്ട് മൂട് ഏത് മൂട് സാരി മൂട് ഏത് മൂട് സത്യ മൂട് ഏത് മൂട് പായസ മൂട് ഏത് മൂട് പപ്പടം മൂട് ഏത് മൂട് വന്നാ എവിടെയായിരുന്നു? എന്റെ പൊന്ന് പ്രസിഡന്റ് വെളുപ്പാങ്കാലല്ല, മണി 12:30 ഞാൻ എന്റെ ഫോണൊന്ന് മാറ്റിയായിരുന്നു. അപ്പൊ ഈ പുതിയ ഫോണിലേക്ക് ആ നമ്പറൊക്കെ കയറ്റി കഴിഞ്ഞപ്പോ ബാധ്യതയായി. എന്നതാ പുതിയൊരു കമ്പനി ഇല്ലയോടാ? ചക്കയോ മാങ്ങയോ? എടാ ജോഷിയെ, ഈ ഫോണിന്റെ പേരെന്നാണോ? ആപ്പിൾ. അത് ആപ്പിള് മുഴുവനൊക്കെ ഞാനിതൊക്കെ മേടിച്ചു. എല്ലാരും ഒന്ന് വന്നേ. നമ്മുടെ ഇന്നത്തെ നാടകത്തിന്റെ സ്പോൺസർ ഇപ്പൊ വരും. ആളെ ഒരു പൊങ്ങച്ചക്കാരാന്നാ പറഞ്ഞു കേട്ടത്. എന്ത് പറഞ്ഞാലും നമ്മളങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കണം. ഒരു അടിച്ചുപൊളി പാട്ട് പാടാ മോനെ. പിടിച്ചോ. 3 4 വന്നല്ലോ മുറ്റത്ത് മാവേലി.
പുലിപൂവേ പൂക്കളമിട്ടല്ലോ ഓണസദ്യ കേട്ടണ്ടേ പായസം കൊച്ചണ്ടേ പായസം കുച്ചിട്ട് ഊഞ്ഞാലിലടണ്ടേ ഓണം വന്നല്ലോ തിരുവോണം വന്നല്ലോ ഓണം വന്നല്ലോ. ട്രാക്ക് മാറ്റി. പുതിയ പാട്ട് വേണോ? പുതിയ പാട്ട് വേണോ? അത് പറഞ്ഞാ പോരെ. 3, 4 നാട്ടാരെല്ലാം കൂട്ടം കൂടി പിള്ളേരെല്ലാം ഊഞ്ഞാലാടി. നാട്ടാരെല്ലാം കൂട്ടം കൂടി പിള്ളേരെല്ലാം ഊഞ്ഞാലാടി. നാട്ടാരെല്ലാം കൂട്ടം കൂടി പിള്ളേരെല്ലാം ഊഞ്ഞാലാടി. വന്നോർക്കെല്ലാം ഓണക്കോടി പൊന്നോണം വന്നേ വന്നേ തിരുവോണം വന്നേ വന്നേ പൊന്നോണം വന്നേ വന്നേ തിരുവോണം വന്നേ വന്നേ പൊന്നോണം വന്നേ വന്നേ മാവേലി വന്നേ വന്നേ പച്ചടി കിച്ചടി കൂട്ടുകറി ആ പപ്പടം പായസം കൂട്ടിയടി. പൊന്നോണം വന്നേ വന്നേ തിരുവോണം വന്നേ വന്നേ. ഇനി പച്ചടി കിച്ചടി കൂട്ടി നമുക്ക് സദ്യ കഴിക്കാം. വാ വാ വാ. മോനെ കുറച്ച് ചോറിട്ടെ. ഓ ചേട്ടാ കുറച്ച് ചോറിട്ടെ. വേണ്ട. ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട്. വേണ്ടെന്ന്. ഇത്തിരി തൈര് ഒഴിച്ചെന്ന്. എടോ തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. എവിടുന്ന് വന്നുണ്ട് ഈ പന്നി? അല്ലേ കുറച്ച് ചോറിട്, തൈര് കൂട്ടി കഴിക്കാം. എടോ തന്നോട് ഞാൻ 16 പ്രാവശ്യം ചോറിട്ടെ എന്ന് ചോദിച്ചതല്ലേ? ചോറും തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? അക്ഷരം മാറിയൊന്നുമില്ലല്ലോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല. പഴയ ജിംനാസിയാ. താൻ എന്താ വേഷം കെട്ടെടുക്ക? ചേട്ടാ കുറച്ച് ചോറ്. തൊട്ടപ്പുറത്തെ അലേനെടുത്ത് കഴിക്കടാ. എന്താ ഈ കാണിക്കണേ? നീ ഇങ്ങനെ മാറിക്ക്. പൊങ്ങണില്ല ചേട്ടാ. പൊങ്ങണില്ല എന്നുള്ളത് ഇങ്ങനെ വിളിച്ചു പറയണ്ട. എല്ലാവരും കേട്ടാ എന്താ വിചാരിക്കുക? എന്താ മോളെ, എന്താ ഉണ്ടായി? ഇത് മാല. என்ன சொல்ற? அந்த டைமண்ட் நெக்லஸா? നിന്റെ പോക്കറ്റ് എന്താ മുഴച്ചിരിക്കുന്നത്? ഒന്നുമില്ല. നോക്കട്ടെ. ഗുളികയാണ്. എന്തിന്റെ? പ്രമേഹത്തിന്റെ. എട്. ഓ, ഈ റൈമണ്ടിന്റെ നക്സലൈറ്റ് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ എടുക്കുന്നത്? നിങ്ങൾക്ക് അത്ര സംശയമാണെങ്കിൽ എന്റെ രക്തം, കഫം, മൂത്രം ഒക്കെ പരിശോധിക്കാം. യെസ്, യു ക്യാൻ എക്സാമിനേഷൻ. എന്നാ ഇവനത് വിഴുങ്ങിക്കാണും. വിഴുങ്ങിന്ന അത്ര സംശയമാണെങ്കിൽ നാളെ പറമ്പില് നമുക്ക് ഒരുമിച്ച് വിലക്കിരിക്കാം. എനിക്കൊരു കമ്പനി ആവുമല്ലോ. വൃത്തികെട്ടവൻ. അപ്പൊ പിന്നെ വിഴുങ്ങിന്ന് പറയരുത്. സത്യം സത്യമായി പറയുന്നവനായി ഈ രാജാക്കന്ന് വിഴുങ്ങിയിട്ടുണ്ട് പലതും പലവട്ടം. ഇവിടെ കണക്കെഴുത്ത് പിള്ളയായിരുന്നപ്പോൾ തേങ്ങയുടെ കണക്കിൽ മാസം 50 തേങ്ങ വെച്ച് ഞാൻ വിഴുങ്ങിയിട്ടുണ്ട്. ഐ അപ്രിസിയേറ്റ് യു. പൂങ്കാവനത്തിന് കഴിക്കാൻ വെച്ചിരുന്ന ചവനപ്രാശം ഞാൻ വിഴുങ്ങിയിട്ടുണ്ട്. എനിക്കതൊരു മനപ്രയാസമില്ല കുട്ടി. തേവർക്ക് കഴിക്കാൻ വെച്ചിരുന്ന വെള്ളലുവി ഞാൻ വിഴുങ്ങിയിട്ടുണ്ട്, തൊണ്ട കെട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ ക്ഷമിക്കുന്നു. പക്ഷേ ഈ റൈമണ്ട് നെക്സ്റ്റ് ഞാൻ വിഴുങ്ങിയിട്ടില്ല. എല്ലാം ഞാൻ തെളിയിച്ച് തരണം. ഞാൻ ആരെ വേണമെങ്കിലും വിളിച്ചോണ്ട് വരാം. ഇവനെ വിടരുത്. ഇവനെ മാത്രമല്ല ഒരാളെ വിടരുത്. ഞാൻ ഇതാ വരുന്നു. ഇതിന്റെയൊക്കെ സത്യം അറിയുന്നവരെ ഒരാളും ഇവിടെ ഇറങ്ങി പോകരുത്. പള്ളി പെരുന്നാൾക്ക് വെക്കണ കളിത്തോക്കല്ല ഇത്. കാണണോ പവറ്? എന്റെ വൈഫിനെ കണ്ടാ പറയും അവിടെ ബോധം കെട്ടിയെടുക്കാന്ന്. അയ്യോ എന്റെ കുട്ട എവിടുന്നൊക്കെ അടി വരുന്നു. ഓടിക്കോടാ. പ്രസിഡന്റ്, പ്രസിഡന്റ്, പ്രസിഡന്റ് കിട്ടിയ ഹലോ ചേട്ടാ, ഉണ്ട്. CCTV വിഷ്വൽസ് എൻ്റെ ഫോണിലുണ്ട്. അതെ, ഞാനിവിടെ ഉണ്ട്. ഓക്കെ. പട്ടാപ്പകല് ഫോൺ അടിച്ച് മാറ്റിക്കൊണ്ട് പോണല്ലേ? ഇത് എന്റെ ഫോണാ. ഓ, ഇത് എന്റെ ഫോണാണ്. എന്റെ ഫോണാ. പാസ്വേഡോ? പാട്ട് പാടല്ലേ? പാസ്വേഡ് പറ. 2222. കണ്ടത് എന്റെ ടൈപ്പ് ആയിട്ട്. 222 അൺലോക്കായി. ഓടിക്കോണോ ഓടിക്കോണോ. ഹാക്കറിനുള്ള കാശിലാവും. അപ്പൊ നീയാണ് പോൾ ബാർബർ അല്ലേ? നിന്റെ അച്ഛനാണ് പോൾ ബാർബർ.